ഭാരത സർക്കാരിന്റെ സഹകരണ മന്ത്രാലയം സഹകരണത്തിലൂടെ സമൃദ്ധി മുഖേന സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിന് ചിറകുകൾ നൽകുന്നതിന് താഴെത്തട്ടിൽ നിന്ന് കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. देश के बहुत बड़े हिस्से में कोऑपरेटिव्स छोटे किसानों का बहुत बड़ा संबल बनी है. इसलिए हमने पहली बार सहकारिता के लिए अलग मंत्रालय बनाया, अलग बजट का प्रावधान किया. आज कोऑपरेटिव्स को वैसी ही सुविधाएं, वैसा ही प्लेटफॉर्म उपलब्ध कराया जा रहा है जैसा कॉरपोरेट सेक्टर को मिलता है. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ദർശനം സാക്ഷാത്കരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ആഭ്യന്തര സഹകരണ മന്ത്രി ശ്രീ അമിത് ഷാ ഇന്ത്യയുടെ സവിശേഷമായ സഹകരണ മാതൃകയെ സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹിക ഉന്നമനത്തിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള ശക്തമായ വിപ്ലവമാക്കി മാറ്റുന്നതിനുള്ള ഒരു നീക്കത്തിന് നേതൃത്വം നൽകുന്നു. हमारे प्रधानमंत्री की जो कल्पना है सरकार से समृद्धि की, हम देश की समृद्धि को तो बढ़ाएंगे ही बढ़ाएंगे, देश के जीडीपी में हमारे कंट्रीब्यूशन को भी बढ़ाएंगे, परंतु इसके साथ साथ जो नीचे का तबका है, जो गरीबी की रेखा के नीचे जीता था, जिसको मोदी जी ने अभी ढेर सारी सुविधाएं दी है, अब वो अपनी बेसिक सुविधाओं की मशक्कत से बाहर निकला है. वो आशा के साथ अपनी नई पीढ़ी के सामने देख रहा है. उसके पास पूंजी नहीं है. इसकी छोटी छोटी पूंजी को एकत्रित कर कोऑपरेटिव से एक बड़ी पूंजी बनाकर उसको भी उद्यम के साथ जोड़ने का काम हम करेंगे. इसका मुझे भरोसा है. ഇന്ത്യയിലെമ്പാടും ഈ അതുല്യമായ സഹകരണ സ്ഥാപനങ്ങൾ സമൂഹങ്ങളിൽ മാറ്റം കൊണ്ടുവരികയാണ്. ഇവയിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിലും മഹാരാഷ്ട്രയിലെ പൂനെയിലും സ്ഥിതി ചെയ്യുന്ന സേവനങ്ങൾ ഇതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. കൊറോണ മഹാമാരിയുടെ സമയത്ത് സേജലിന് ജോലി നഷ്ടപ്പെട്ടു. ഉപജീവനത്തിനായി ഒരു പാനിപൂരി കട തുറക്കാൻ അവർ ആലോചിച്ചു. പക്ഷേ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുന്നതിനുള്ള പണമോ മൂലധനമോ എങ്ങനെ സ്വരൂപിക്കുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിനൊരു മികച്ച പരിഹാരം ലഭ്യമാണ്. അതാണ് അഹമ്മദാബാദിലെ മഹിളാ സേവാ സഹകാരി ബാങ്ക്. 1974 4000 ദരിദ്ര സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ സഹകരണ ബാങ്ക് സ്ഥാപിച്ചത്. ഇവരെല്ലാം സ്വയം തൊഴിൽ ചെയ്യുന്ന വനിതാ അസോസിയേഷന്റെ അംഗങ്ങളായിരുന്നു. ഓരോ സ്ത്രീയും ഈ ബാങ്ക് ആരംഭിക്കാൻ 10 രൂപ സംഭാവന ചെയ്തു. ഏകദേശം 50 വർഷങ്ങൾക്ക് ശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഈ ബാങ്ക് 4.5 ലക്ഷത്തിലധികം ഉപഭോക്താക്കളുള്ള വളരെ വിജയകരമായ ഒരു സാമ്പത്തിക സംരംഭമായി മാറി. സ്വന്തമായി തൊഴിൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റ് സ്ത്രീകളെ സഹായിക്കുന്നതിനായി സ്ത്രീകൾ മാത്രം നടത്തുന്നതാണ് ഈ സഹകരണ ബാങ്ക്. ഇപ്രകാരം സേജലിന് ഗോൽഗപ്പ ഷോപ്പ് നടത്തുന്നതിനായി വായ്പ ലഭിച്ചു. ഇന്ന് ഈ ബാങ്കിൽ ഏകദേശം 3.5 ലക്ഷം അക്കൗണ്ടുകളുണ്ട്. നിക്ഷേപം ഏകദേശം 350 കോടി രൂപയാണ്. ഇതിന്റെ പ്രവർത്തന മൂലധനം 460 കോടി രൂപയിൽ കൂടുതലാണ്. ഇതിന്റെ വാർഷിക ലാഭം 2 കോടി രൂപയിലും കൂടുതലാണ്. മറ്റൊരു ശ്രദ്ധേയമായ സഹകരണ സ്ഥാപനമാണ് സ്വച്ഛ്. മഹാരാഷ്ട്രയിലെ പൂനെ നഗരത്തിലെ മാലിന്യ ശേഖരണ പ്രക്രിയയെ ഇത് മാറ്റിമറിച്ചു. സുമൻ 1987 തന്റെ കൊച്ചുകുട്ടികൾക്കൊപ്പം പൂനെയിലെത്തിയത്. അവരെ വളർത്തുന്നതിനായി അവർ മാലിന്യം ശേഖരിക്കുന്ന ജോലി ചെയ്യാൻ തുടങ്ങി. സുമനും ഒരു കൂട്ടം മാലിന്യ ശേഖരണ തൊഴിലാളികളും ചേർന്ന് KKPKP, അതായത് കാഗഡ് കാഞ്ച് പത്ര കാസ്ത്കാരി പഞ്ചായത്ത് എന്ന പേരിൽ ഒരു അനൗപചാരിക മാലിന്യ ശേഖരണ ട്രേഡ് യൂണിയൻ രൂപീകരിച്ചു. 2007 KKPKPയും PMC, അതായത് പൂനെ മുനിസിപ്പൽ കോർപ്പറേഷനും ചേർന്ന് സ്വച്ഛ് രൂപീകരിച്ചു. മാലിന്യ ശേഖരണക്കാർ ദിവസവും 9.65 ലക്ഷം വീടുകൾ സന്ദർശിക്കുന്നു. ഇതിൽ 1.8 ലക്ഷം ചേരികളും ഉൾപ്പെടുന്നു. സ്വച്ഛ് സഹകരണ സംഘം പ്രതിദിനം 1500 ടൺ മാലിന്യം ശേഖരിക്കുന്നു. അതിൽ 200 ടൺ പുനരുപയോഗം ചെയ്യുന്നു. മാലിന്യം ശേഖരിക്കുന്നവർ നഗരത്തിന് തൊഴിൽ, ഗതാഗത സംസ്കരണ ചെലവുകൾ ഇനത്തിൽ 110 കോടിയിലധികം രൂപ ലാഭിക്കുന്നു. സഹകരണ സംഘം സുമനും പൂനെയിലെ 3700-ലധികം മാലിന്യം ശേഖരിക്കുന്നവർക്കും വേണ്ടി ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. സഹകരണ സംഘത്തിലെ 70% അംഗങ്ങളും സ്ത്രീകളാണ്. അവരെല്ലാം സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളിൽ നിന്നുള്ളവരാണ്. ഇതുമൂലം അവർക്ക് അംഗീകാരം ലഭിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ജോലിയിൽ അവർക്ക് അന്തസ്സും ലഭിച്ചു.
ഇന്ത്യയിലെ 8 ലക്ഷത്തിലധികം സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് സഹകരണ മന്ത്രാലയം സ്വച്ഛ് സേവ എന്നിവയെ ഒരു സവിശേഷ മാതൃകയായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന്മേൽ ഗവേഷണം ചെയ്യാനും ഇതിന്റെ വിജയം രാജ്യമെമ്പാടും ആവർത്തിക്കാനും കഴിയും. കാരണം ഇത്തരം മാതൃകകൾ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കുള്ള വാതിലുകൾ തുറക്കുകയും സുമനെ പോലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ സ്വയം പര്യാപ്തരാക്കുകയും ചെയ്യുന്നു.